തൊഴിൽ തട്ടിപ്പിനിരയായി കസക്കിസ്ഥാനിൽ കുടുങ്ങിയ മലയാളി ഉൾപ്പെട്ട സംഘം നാട്ടിൽ തിരിച്ചു വന്നു. ഭക്ഷണത്തിന് പോലും പണമില്ലാതെ 1.5 മാസത്തോളം അന്യരാജ്യത്ത് കുടുങ്ങിയ പാറച്ചാല സ്വദേശി വിപിൻ്റെ നരകയാതന 24 ആണ് പുറത്തുകൊണ്ടുവന്നത്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വിപിൻ്റെ മടക്കത്തിനായി ഇടപെട്ടിരുന്നു. എൻ്റെ മോനെ എനിക്ക് കിട്ടിയാൽ മാത്രം മതി, എനിക്ക് വേറൊന്നും ചെയ്യണ്ട. വിപിൻ്റെ അമ്മയുടെ കണ്ണീരിന് ഫലം. 1.5 മാസത്തെ കഷ്ടദിനങ്ങൾ കഴിഞ്ഞ് മകൻ തിരിച്ചെത്തി. പ്ലംബർ ജോലിക്കായി പോയ വിപിനും തമിഴ്നാട് സ്വദേശികളായ 2 പേരും ഓഗസ്റ്റ് 3-നാണ് ഡൽഹി വിമാനത്താവളത്തിലെത്തിയത്. മിനിഞ്ഞാന്ന് രാത്രി വിപിൻ സ്വന്തം വീട്ടിലേക്കും. നാട്ടിലെത്താൻ പറ്റിയത് തന്നെ വലിയ പുണ്യമാണ്. അവിടെ നല്ല കഷ്ടപ്പെട്ടു ഞങ്ങൾ. ആഹാരം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു 3 ദിവസം ഈ ബിസ്ക്കറ്റ് പോലും ഇല്ലാതെ 3 ദിവസം ആഹാരം പോലും ഇല്ലാതെ പച്ചവെള്ളം കുടിച്ചിട്ടാണ് കിടന്നത്. അവിടെ ഒരു ഓഫീസിൽ പോകണമെങ്കിൽ ഏതാണ്ട് 10-20 കിലോമീറ്റർ ഉണ്ടാവും. ഈ 20 കിലോമീറ്റർ അങ്ങോട്ട് നടന്നാണ് നമ്മൾ പോണത്. തിരിച്ച് നടന്ന് തന്നെയാണ് പറഞ്ഞത്. നാട്ടിൽ എങ്ങനെയെങ്കിലും എത്തിയാൽ മതിയെന്നാണ് ഉള്ള ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ. കാരണം ഇത് പറ്റിപ്പാണെന്ന് നമുക്ക് മനസ്സിലായി. ജൂൺ 15-നാണ് കിർഗിസ്ഥാനിലേക്ക് വിപിൻ വിമാനം കയറിയത്. അയൽ രാജ്യമായ ഖസാക്കിസ്ഥാനിൽ ഇറങ്ങി റോഡ് മാർഗം കിർഗിസ്ഥാനിൽ എത്തിക്കുമെന്നായിരുന്നു തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്ന ട്രാവൽ ഏജൻസിയുടെ വാഗ്ദാനം. വിമാനമിറങ്ങിയ ഇവരെ ഒരു ഹോട്ടലിലേക്കായിരുന്നു കൊണ്ടുപോയത്. ഏജന്റ് കാറിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ആരും വന്നില്ല. കയ്യിലെ പണം തീർന്നപ്പോൾ വീട്ടുകാർ സ്വർണം വിറ്റും സഹായിച്ചു. ഒടുവിൽ വിസ കാലാവധി കഴിഞ്ഞതോടെ അനധികൃത കുടിയേറ്റത്തിനും ഖസാക്കിസ്ഥാനിൽ കേസ് വന്നു. ഞാൻ സ്റ്റേഷനിൽ പോയപ്പോൾ അവർ പറയുന്നത് പറഞ്ഞാൽ ഇവിടെ 14 ദിവസം നിൽക്കാൻ പാടുള്ളൂ ഈ രാജ്യത്ത്. അതിന് വിസയുടെ ആവശ്യമില്ല. അടുത്ത് ഇങ്ങോട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ദിവസം കൂടെ തരും. അതിനുള്ളിൽ നമ്മളിവിടെ നമ്മുടെ നാട്ടിലോട്ട് കയറുക, അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് ചെയ്യണം അത്. അപ്പോൾ അത് ചെയ്യാത്ത പക്ഷേ നമ്മളവിടെ കേസായി ഒടുവിൽ കോടതിയിൽ പോയി. കോടതിയിൽ നിന്നാണ് ഞങ്ങളുടെ മാപ്പ് സാക്ഷിയാക്കി അവിടെ 20,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഫസ്റ്റിൽ 20,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. നമ്മളെ ഇന്ത്യൻ നാട്ടിലുള്ള മണി 20,000 രൂപ അടച്ചാൽ നമുക്ക് അവിടെ തിരിച്ച് റിട്ടേൺ വരാനുള്ള ടിക്കറ്റൊക്കെ ഇടാമെന്ന് പറഞ്ഞല്ലോ. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകി. ഇതോടെ ഇന്ത്യൻ എംബസി ഇടപെട്ടു. കോടതിയിൽ കെട്ടേണ്ട ഫീസ് ഖസാക്കിസ്ഥാനിൽ ഇളവ് കിട്ടി. മടക്ക ടിക്കറ്റ് ട്രാവൽ ഏജൻസിക്കാർ തന്നെ എടുത്തു നൽകിയതോടെ മടക്കയാത്ര സാധ്യമായി. സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയെങ്കിലും ജോലിക്കായി കടം വാങ്ങി ട്രാവൽ ഏജൻസിക്ക് നൽകിയ 2 ലക്ഷത്തോളം രൂപ നഷ്ടമായി. 24 തിരുവനന്തപുരം.